സജീവ CPM നേതാവാണ് അറസ്റ്റിലായ വിജയകുമാർ. ഇന്ന് അറസ്റ്റിലാകും, നാളെ അറസ്റ്റിലാകുമെന്നൊക്കെ കരുതിയിരുന്ന ഒരു നേതാവ് കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇദ്ദേഹത്തിന്റെ നേർക്ക് കൈവിലങ്ങ് വന്നപ്പോൾ അത് ചില CPM നേതാക്കളുടെയും സംസ്ഥാന സർക്കാരിന്റെയും ഇടപെടൽ മൂലം നീട്ടിവെക്കുകയായിരുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒരു നിർണായക അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാർ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു. സജീവ CPM നേതാവാണ് അറസ്റ്റിലായ വിജയകുമാർ. പ്രജിത്ത്, എപ്പോഴാണ് ഈ വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്? എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ്? അശ്വതി, അറസ്റ്റ് ചെയ്ത സമയം നമുക്ക് വ്യക്തമല്ല. എന്തായാലും N വിജയകുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരം. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം CPMന്റെ മറ്റൊരു സജീവമായ നേതാവ് കൂടി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് N വാസുവിനും പത്മകുമാറിനും പിന്നാലെയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ അന്വേഷണ സംഘത്തിനെ ഈ പ്രതികളിലേക്ക്, പ്രത്യേകിച്ച് വിജയകുമാർ അടക്കമുള്ളവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല, ഇതിൽ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് വീണ്ടും എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ ഉയർന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ N വിജയകുമാറിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ശങ്കർദാസിനെതിരെയുള്ള പരാമർശങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ശങ്കർദാസിൻ്റെ ആരോഗ്യസ്ഥിതി അടക്കം പരിഗണിച്ചുകൊണ്ടാകാം ഒരുപക്ഷേ ഇപ്പോൾ ഒരു അറസ്റ്റിലേക്ക് പോകാത്തത് എന്നുള്ളതാണ്. ശങ്കർദാസ് സുപ്രീം കോടതി അടക്കം സമീപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിവരങ്ങളൊക്കെ നൽകി. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാകാം ശങ്കർദാസിനെതിരെ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ വിജയകുമാറിനെ ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും ഒരു CPMന് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി കൂടിയായി ഇത് മാറുകയാണ്. പ്രത്യേകിച്ച് 3 സജീവ CPM നേതാക്കൾ, CPMന്റെ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. N വിജയകുമാറിനെ സംബന്ധിച്ചോളം അദ്ദേഹം CPMന്റെ സെക്രട്ടേറിയറ്റ് സംഘടനാ നേതാവൊക്കെ ആയിരുന്നു. പിന്നീട് പല തരത്തിലുള്ള ചുമതലകളിലേക്ക് വന്നിട്ടുണ്ട്. CPMന്റെ നോമിനിയായി തന്നെയാണ് ദേവസ്വം ബോർഡ് അംഗമായിട്ടും N വിജയകുമാർ സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ശബരിമല യുവതീ പ്രവേശന വിവാദ കാലത്തടക്കം ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ, തിരുവിതാംകൂറിന്റെ ദേവസ്വം ബോർഡിൽ അംഗമായിരുന്ന ആളാണ് N വിജയകുമാർ. നേരത്തെ N വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇവരുടെ പങ്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് കോടതി പോയതോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം അവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത രീതിയിലേക്ക്, N വിജയകുമാറിനെ അറസ്റ്റ് ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു വശം പത്മകുമാറിന്റെ മൊഴി കൂടിയുണ്ട്. പത്മകുമാർ തനിക്ക് ഈ വിഷയത്തിൽ കൂട്ടുത്തരവാദിത്തമുണ്ട്, തനിക്ക് മാത്രമല്ല അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന എല്ലാവർക്കും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ N വിജയകുമാറൊക്കെ ആകട്ടെ ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തങ്ങളുടെ അറിവോടെയല്ല കാര്യങ്ങൾ നടന്നത് എന്നുള്ളൊരു ഒരു നിലപാടിലേക്കൊക്കെ പോയിരുന്നു. പ്രത്യേകിച്ച് പത്മകുമാർ ഈ മിനിറ്റ്സ്, ഈ ദേവസ്വം യോഗത്തിൻ്റെ മിനിറ്റ്സൊക്കെ തിരുത്തി എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൊഴി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കൂട്ടുത്തരവാദിത്തം എന്നൊരു കാര്യം കൃത്യമായി പത്മകുമാറിൻ്റെ മൊഴിയിൽ വരുന്നു, ജാമ്യാപേക്ഷയിൽ വരുന്നു. പിന്നീട് കോടതിയും ആ വിഷയം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും അന്ന് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ പങ്കുണ്ട് എന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് കോടതിയും പോയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും N വിജയകുമാറിനെതിരേക്കുള്ള അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതായും വന്നു. ഇനി അന്വേഷണത്തിൻ്റെ കാലാവധി, അതായത് ഈ അന്വേഷണം തീരാൻ ഏതാണ്ട് 6 ആഴ്ചത്തെ കാലാവധി മാത്രമാണ് ഇനിയുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ കാലപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ കോടതി അടക്കം ചൂണ്ടിക്കാട്ടിയ ആളുകളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നു. കോടതി ഒരു വട്ടം ഈ വിഷയം ചൂണ്ടിക്കാട്ടുകയും പിന്നീട് വീണ്ടും അന്വേഷണത്തിൻ്റെ മറ്റു ഘട്ടങ്ങളിൽ എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട, അന്വേഷണ സംഘത്തിൻ്റെ മെല്ലെപ്പോക്കുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും N വിജയകുമാറിൻ്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ടായിരുന്നു. അതിൽ ഈ മുൻ കോടതി പരാമർശമുള്ള 2 പേരിൽ ഒരാളെ കൂടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നതോടുകൂടി ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ 3ാമത്തെ പ്രബലനായ നേതാവ് കൂടി SITയുടെ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നു, അല്ലെങ്കിൽ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. ഇനി വിജയകുമാറിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നേരത്തെ അന്വേഷണ സംഘത്തിന് നൽകിയ എല്ലാം പത്മകുമാറാണ് ചെയ്തത്, തങ്ങൾക്ക് ഇതിലൊരു അറിവില്ല എന്നുള്ള അതേ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ, അതോ പുതിയ സാഹചര്യത്തിൽ പുതിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളിൽ പുതിയ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിജയകുമാറിനെതിരെ കൂടുതൽ ഗുരുതരമായ പരാമർശങ്ങൾ അന്വേഷണ സംഘം തുടർച്ചയായി കണ്ടെത്തുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അന്വേഷണ സംഘം വിജയകുമാറിനെ എപ്പോൾ കോടതിയിൽ ഹാജരാക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. അക്ഷതി.
പ്രജിത്, ഇതിൽ മറ്റൊരു കാര്യം, ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. പലപ്പോഴും ഈ ശങ്കർദാസിന്റെ ആയിക്കോട്ടെ എൻ വിജയകുമാറിന്റെ അറസ്റ്റൊക്കെ തടയാനും അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നു. രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. എന്തുകൊണ്ട് എൻ വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്തില്ല എന്ന് നിർണായകമായി ചോദിക്കുന്നു. ആ നിർണായക ചോദ്യത്തിൽ ഒടുവിൽ അന്വേഷണ സംഘത്തിന് നിർബന്ധിതമായി ഈ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കരുതണ്ടേ? എപ്പോഴാകും ഈ ശങ്കർദാസിന്റെ അറസ്റ്റ്? അശ്വതി, ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു ശങ്കർദാസിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. 85 വയസ്സ് പ്രായവുമുണ്ട് ശങ്കർദാസിന്. അപ്പോൾ ഒരു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയിലല്ല എന്നുള്ളതാണ് ശങ്കർദാസ് അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നതും. അത് ഏറെക്കുറെ ശരിയാണെന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശങ്കർദാസിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതിയിലടക്കം സമീപിക്കുന്ന സാഹചര്യവും ശങ്കർദാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ അറസ്റ്റിലേക്ക് കടക്കുമോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഈ സ്വർണ്ണക്കവർച്ചയുടെ ഉത്തരവാദിത്വവുമായി വരുമ്പോൾ ശങ്കർദാസിനടക്കമുള്ളവർക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുമ്പോൾ ആ അറസ്റ്റ് അല്ലെങ്കിൽ ആ കേസിൽ പ്രതിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും. ഇതുവരെയും അങ്ങനെ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ പോയിരുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കവർച്ചയുടെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഇവരെ രണ്ടുപേരും പ്രതിയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം പോയിരുന്നില്ല. അതിൽ കോടതിയടക്കം വിമർശിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഇത്തരമൊരു നടപടിയിലേക്ക് തിരിഞ്ഞതും ഇപ്പോൾ എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അറസ്റ്റ് സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ തന്നെയുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അത് ആദ്യഘട്ടത്തിൽ എൻ വിജയകുമാറിനേക്ക് ഒരു സാക്ഷിയായി പരിഗണിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അത് ഒരു പ്രതിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിൽ ആദ്യഘട്ടത്തിൽ എല്ലാം ചെയ്തത് പത്മകുമാറാണ് എന്നുള്ളൊരു എൻ വിജയകുമാറിൻ്റെ അടക്കമുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിന്നിരുന്നു. അവിടെയാണ് പത്മകുമാർ തൻ്റെ ജാമ്യാപേക്ഷയിലടക്കം നൽകിയ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം താൻ മാത്രമല്ല ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ ഇതൊക്കെ തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡ് മൊത്തത്തിൽ യോഗം ചേർന്നിട്ടാണ്. അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ ഒരു തീരുമാനമെടുക്കുന്നു എന്ന് അതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്വം എങ്ങനെ കാണാൻ കഴിയുമെന്നുള്ളതായിരുന്നു ജാമ്യാപേക്ഷയിൽ പത്മകുമാർ ചോദിച്ചത്. ആ ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ആ പരാമർശവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോടതിയും ചോദിക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുമ്പോൾ. കാരണം ദേവസ്വം ബോർഡിലെ 3 അംഗങ്ങൾക്കും തുല്യമായിട്ടുള്ള അധികാരമാണുള്ളത്. അത് തന്നെയാണ്. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കണം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 3ാമത്തെ പ്രബലനായ CPM നേതാവും അറസ്റ്റിലായിരിക്കുന്നു.